ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു ബിരിയാണി വെച്ചാലോ. ഈ ബിരിയാണിൻ്റെ ബാക്കിലൊരു കഥ ഉണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്ക് വെക്കണതാണ്. പോരാത്തതിന് ഇത് ഏകദേശം ഒരു 10-20 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൂടിയ ദിവസമായിരുന്നു. അങ്ങനെ കൂടിയപ്പോൾ ഒരു ബിരിയാണി വെക്കാൻ പ്ലാൻ ചെയ്തു. എല്ലാവരും ആദ്യം തന്നെ ചൂസ് ചെയ്ത് എന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മളങ്ങനെ തളരാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാനിതാ ചിക്കനിൽ മസാലയൊക്കെ പറ്റി നോർമലായിട്ടുള്ള മസാലയാണ്, വേറെ ഒന്നുമല്ല. ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇനി അതിൻ്റെ ഇടയിലുള്ള എല്ലാ വീഡിയോസും എടുക്കാൻ മറന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ബിരിയാണിയുടെ ടെൻഷൻ മൊത്തം എൻ്റെ തലയിലാണ്. ടെൻഷൻ കാരണം എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ മറന്നുപോയി. അത് പോട്ടെ, നമുക്ക് ദമ്മിടാം. അപ്പം ഞാനിതാ റൈസ് ഇട്ടു, അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടു, പിന്നെ ഇത് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻ, കിസ്മിസ്, കാഷ്നട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും ഈ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ടെൻഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇതൊരാൾ കഴിച്ച് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വരെ നമുക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ സീരിയസ് ആയിട്ടും ഇതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവറായിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ആയിരുന്നു. വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.